നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് സെമി ഫൈനലുകൾ തുടങ്ങും. ഇന്ന് രാത്രി ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 12:30. നാളെ അർജൻറ്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാണ്. അങ്ങനെ രണ്ട് സെമി ഫൈനലുകളും നടക്കും. പിന്നീട് ജൂലൈ 19 രാത്രി 20 പുലർച്ചെ ഫൈനൽ നടക്കും. അതോടുകൂടി ലോക ചാമ്പ്യന്മാരെ തീരുമാനമാകും. അപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ ഫിഫ യുവതാരങ്ങളുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ആരായിരിക്കണം യുവതാരം ഏറ്റവും മികച്ച യുവതാരത്തെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു പട്ടിക ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 3 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ലാമിൻ യമാലാണ്. സ്പെയിനിൻ്റെ ലാമിൻ യമാലാണ്. നോക്കൗട്ട് ഘട്ടത്തിൽ ടീമിൻ്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ലാമിൻ യമാൽ ഒരു ഗോൾ അടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ലാമിൻ യമാലാണ്. 19 വയസ്സാണ് ലാമിൻ യമാൽ. 18 വയസ്സാണ് ലാമിൻ യമാലിന്. ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ഉതിർത്തവരിൽ 7ാം സ്ഥാനത്താണ്. അതായത് ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ഉതിർത്തവരിൽ 7ാം സ്ഥാനത്താണ് യമാൽ. അപ്പോൾ യമാലാണ് ഒരാൾ. മറ്റൊരാൾ സ്പെയിനിൻ്റെ തന്നെ സെൻട്രൽ ഡിഫൻഡറായ പാവു കുബാർസി എന്നാണ് മുഴുവൻ പേര്. പാവു കുബാർസി 600 മിനിറ്റാണ് കളത്തിലിറങ്ങിയത്. അയാൾക്കും 19 വയസ്സാണ്, യമാലിനെ പോലെ തന്നെ. അയാൾ 600 മിനിറ്റാണ് കളത്തിലിറങ്ങിയത്. ഇതുവരെ ഒറ്റ ഗോൾ മാത്രം വഴങ്ങിയ സ്പാനിഷ് പ്രതിരോധ നിരയുടെ ഔപാച ഘടകമാണ് പാവു കുബാർസി. സ്പാനിഷ് പ്രതിരോധത്തിൻ്റെ നിർണായകമായ നെടും തൂണാണ് പാവു കുബാർസി എന്ന 19 വയസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പാവു കുബാർസിയും മികച്ച യുവതാരങ്ങൾക്ക് വേണ്ടിയുള്ള പട്ടികയിൽ ഈ തിരഞ്ഞെടുക്കപ്പെടാനുള്ള പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് ഫ്രാൻസിൻ്റെ ലെഫ്റ്റ് വിങ്ങർ 21കാരനായ ഡിസയർ ദുവേ ആണ്. മൂന്നാമത് ഈ പട്ടികയിലുള്ളത് ഡിസയർ ദുവേ, ഫ്രാൻസിൻ്റെയാണ്. അദ്ദേഹം ബാക്ക് ടു ബാക്ക് അസിസ്റ്റുകൾ, അതായത് ദുവേ ബാക്ക് ടു ബാക്ക് തുടർച്ചയായ അസിസ്റ്റുകൾ നൽകി ഫ്രാൻസിൻ്റെ പല വിജയങ്ങളിലും നിർണായക പങ്കുവച്ചിട്ടുണ്ട്. ഇങ്ങനെ 3 പേരാണ് യമാൽ, കുബാർസി, ദുവേ. ഈ 3 പേര് ഒരു പ്രത്യേകതയുള്ളത്, ഇന്ന് നടക്കുന്ന സെമി ഫൈനലിൽ ഫ്രാൻസും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുന്ന സെമി ഫൈനലിൽ പങ്കെടുക്കുന്ന ടീമുകളിൽ നിന്നുള്ളവരാണ് ഈ 3 പേരും എന്നതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും യമാലാണോ കുബാർസിയാണോ ദുവയാണോ ഏറ്റവും മികച്ച യുവതാരമായി തിരഞ്ഞെടുക്കപ്പെടുക എന്ന് നമുക്ക് അധികം വൈകാതെ അറിയാൻ പറ്റും.